പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വാഗ്ദാനമാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാഗ്ദാനമാണ്. കമ്പനി നിന്നെ ഉപേക്ഷിക്കാം. ചിലപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ. ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മുടെ വേകുലങ്ങളെ, വേവലാതികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പല പല കാരണങ്ങളാൽ നീ ഉപേക്ഷിക്കപ്പെടാം, പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതിപ്പോൾ നമ്മൾ അഷുറൻസ് ചെയ്യണത്, ഇൻഷുർ ആക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഉടനെ വീട്ടിലായി കഴിഞ്ഞപ്പോൾ, ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയുടെ ബാഗിൽ അബുദാബി പള്ളി ചെന്നപ്പോൾ 8 മാസത്തിന് മുമ്പാണ് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അത് കൃപാസനത്തെക്കുറിച്ച് കേട്ടുള്ള കാരണം പിന്നീട് വായിക്കാമെന്നും പറഞ്ഞ് ബാഗിനകത്ത് മേടിച്ച് വെച്ചു. പക്ഷേ ഇവർ അമ്മയും വായിച്ചില്ല, മകനും വായിച്ചില്ല. എന്താ കാര്യം? അത് വായിക്കാതെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. പിന്നെ അതാണ് പ്രശ്നം. ഇത് വായിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആവശ്യം ശമ്പളമുണ്ട്, മാന്യമായ ജീവിതമുണ്ട്, എല്ലാവരും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങളിന്ന് ദൈവത്തെ ആശ്രയിക്കണം? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. എല്ലാവരും മറ്റുള്ളവരും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അതൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പത്രം 8 മാസത്തിൻ്റെ തിരുന്നിട്ട് പോലും ഇവർ എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ഇപ്പോഴാണ് മകൻ പാകത്തായി കഴിഞ്ഞപ്പോഴാണ് അമ്മക്ക് തോന്നിയത്, എടാ കൃപാസനത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാതാവ് ചെയ്യുന്നുണ്ടല്ല, മകനെ രക്ഷിക്കാൻ മാതാവിന് പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഈ പത്രം എടുത്ത് കൊടുക്കും. ഇപ്പോൾ അവനും മുള്ളൊക്കെ ഒടിഞ്ഞ് തണ്ടല്ലൊടിഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? തൻ്റെ മെറിറ്റ് ഡാമേജായി. എത്ര മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് ഡാമേജായിരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്യുക? അവനത് വായിച്ച് അവൻ ഉടനെ ഓൺലൈൻ എടുത്ത് ഉടമ്പടി എടുത്ത് അത് വായിച്ച ഉടനെ ജെറമി പറയണത്, എൻ്റെ അവസ്ഥ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യമായി. ഞാനീ പത്രം വായിച്ച ഉടനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ ഓൺലൈൻ ഉടമ്പടി ജനങ്ങളെ നിങ്ങൾ ആരും വേദനിക്കരുത്, ഒറ്റക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കൃപാസനം മാതാവ് പറന്ന് സഞ്ചാരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ വേണ്ടി അന്റാർട്ടിക്കയിലുള്ളൊരു ഒരു നെറ്റുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് അന്ന് കോവിഡ് കാലത്ത് ദൈവം തന്നാണ് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഉടമ്പടി 2018 ഉടമ്പടി എടുത്ത അനുഭവം കിട്ടിയ ആൾക്കാർ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഈ നമ്മുടെ യഥാർത്ഥ ഉടമ്പടിയുടെ അനുഭവം ഓൺലൈൻ കിട്ടുക? ഞാൻ പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടിക്ക് കറക്റ്റ് ഉടമ്പടി ജീവിതമല്ലേ. ഉടമ്പടി ജീവിതം ആര് ജീവിക്കുന്നുവോ അവന് അതിൻ്റെ ഫലം കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് നേർച്ച വസ്തുക്കൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് കോവിഡ് കഴിയുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റായിരുന്നു. എത്രയോ മനുഷ്യരാണ് ഇവിടെ എത്തുന്നതിന് മുമ്പ്. ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. ഇപ്പോൾ ആലപ്പുഴത്തെ അവസ്ഥ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും ഇപ്പോൾ തന്നെ ബുക്ക്ഡാണ്. ഫ്ലൈറ്റ് ആ ആഴ്ചത്തെ മുഴുവൻ ഫ്ലൈറ്റും ബുക്ക്ഡാണ്. ഇതാണ് റാലിയുടെ അവസ്ഥ. അപ്പം നിങ്ങൾ ഇന്നു മുതൽ തന്നെ ഇതിനൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങണം. അകലെ ഉള്ളവർ ഇനിയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി ബുക്ക് ചെയ്തെടുക്കണം. അവശേഷിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അല്ല അമ്പലപ്പുഴ അവരടുത്ത് പോയി താമസിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് റാലിയിലേക്ക് വരുന്നതിന് ഇനി ബാക്കി അവശേഷിക്കുന്ന സ്ഥലങ്ങൾ കൂടി ആൾക്കാർ ബുക്ക് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബുദ്ധി. ഫ്ലൈറ്റും അങ്ങനെ തന്നെയാണ്. കാര്യം എൻ്റെ ചാർജ് ആ സമയത്ത് ബുക്ക് ചെയ്ത ചാർജ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒക്ടോബർ മാസം 4-ാം ശനിയാഴ്ചയാണ് റാലി. അപ്പം ഇപ്പോൾ റാലിയെ സംബന്ധിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഓരോ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ജെറോമി പറയണത് ഞങ്ങൾ ഉടമ്പടി വെക്കാതിരുന്നൊരു കാര്യമുണ്ട്. അതെങ്ങനെ ഉടമ്പടി വെക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് വെച്ചില്ല. പക്ഷേ എൻ്റെ കുടുംബം അനുഭവിച്ച വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ മകൾക്ക് ഈ എപ്പോഴും മൂക്കിന് ഒരു രോഗമുണ്ട്. അഡിനോയിഡിൻ്റെ ഒരു സിസ്റ്റാണ്. അതിങ്ങനെ ബൾജ് ചെയ്ത് വരും. എപ്പോഴും ജലദോഷമാണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആ കൊച്ച് എപ്പോഴും ഇങ്ങനെ അസുഖപ്പെട്ടിരിക്കും. പല ചികിത്സകൾ നോക്കിയിട്ട് അത് നടക്കാതിരിക്കുകയായിരുന്നു. ഉടമ്പടി ഞങ്ങളത് വെച്ചിട്ടില്ല. കാര്യം അവർക്ക് അത്രയും ദൈവത്തെക്കുറിച്ച് അറിവില്ലല്ലോ. അപ്പം അവർക്കുള്ള അടിയന്തര പ്രശ്നം എന്താണ്? ജോലി നഷ്ടപ്പെട്ടതല്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഈ അഡിനോയിഡിൻ്റെ അസുഖം കൊച്ചിന് മാസങ്ങളോ വർഷങ്ങളായിട്ടുള്ളതാണ്. ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്ത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഇവർ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി? അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണ്? ഉടമ്പടി തൈലമാണ് ഉള്ളത്. അപ്പോൾ ഉടമ്പടി തൈലം എടുത്ത് ഈ അഡിനോയിഡിന് അവർ വിശ്വാസപ്രമാണം ചൊല്ലി അവർ പെട്ടാൻ തുടങ്ങി. ഈ ജെറോമി എന്ന് പറയാനും വൈഫ് എന്ന് പറയാനും പക്കായിട്ട് അവർ ഉടമ്പടിയിലോട്ട് കറക്റ്റ്. അതാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയെന്നല്ല പറഞ്ഞത്. ഉടമ്പടി ജീവിതം കാണുന്നവരെല്ലാം സഹായിച്ചും കർത്താവിനെ അറിയാത്ത അറിയിച്ചും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ അങ്ങ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉടമ്പടി തൈലം പറ്റിയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് ഇപ്പം അഡിനോയിഡ് ഇല്ലല്ല, കുഞ്ഞ് സുഖപ്പെട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ചിന്തിച്ചേ, അവരത് ഉടമ്പടി വെച്ചിട്ടില്ല. നിങ്ങൾ ഉടമ്പടി വെച്ചില്ലെന്ന് ദൈവം അങ്ങനെ പറയുമോ? അവർ ഉടമ്പടി വെച്ചിട്ടില്ല അതുകൊണ്ട് എടുക്കണമെന്ന് പറയുമോ? അങ്ങനെയല്ല. ദൈവം നമ്മൾ ദൈവ വഴിയിലേക്ക് വരുമ്പോൾ പിന്നെ നീ വെക്കാത്തതും ദൈവത്തിന് പ്രശ്നമില്ല. നിന്റെ ടോട്ടലായിട്ടാണ് ദൈവം സംരക്ഷിക്കുന്നത്. കൈയടിച്ച് ശ്രുതികട്ടെ. പിന്നെ ഉടനെ ജെറോമി അടുത്ത അനുഭവങ്ങൾ എന്താ വെച്ചാൽ, ഉടമ്പടി ഇയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയല്ലേ. പണ്ട് ഒരു കൃപാസനം പത്രം കിട്ടിയിട്ട് 8 മാസമായിട്ട് വായിക്കാതിരുന്ന ആൾ ഇപ്പം എന്താണ്? കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങേര് തന്നെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ അനുഭവങ്ങൾ. അപ്പോൾ ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം എന്തുമാത്രം മഹത്വപ്പെടുമെന്നറിയാവോ? ആണായാലും പെണ്ണാലും ചെറുപ്പക്കാരെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ വയസ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കരുത്. അതാണ് പറഞ്ഞത്, യുവാവേ നീ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ എലഗൻ്റായിട്ടുള്ള പ്രായമാണത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടാണ് അത് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് യൂത്ത് അത് ചെയ്യേണ്ടത്. കാര്യം ദൈവം ഇരട്ടി മഹത്വപ്പെടും. ദൈവം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ വാരിയെടുത്ത് ഓൺ ചെയ്യും. അപ്പം അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണം. അവർക്ക് വിശ്വാസത്തോടെ ആ വിശ്വാസം പ്രഘോഷിക്കാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണം. അവർക്ക് ദൈവസ്നേഹം നൽകണം. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ അപ്പോസ്തലന്മാരായി സുവിശേഷ സാക്ഷികളായി അവരെ മാറ്റണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ജെറോമി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം ആൾ സത്യസന്ധനാണെന്ന്. പിന്നെന്താ പറയണേ, ഞാൻ ഈ വീട്ടിൽ ഇരുന്നിട്ട് 100 കമ്പനികൾക്ക്, IT കമ്പനികൾക്ക് ആപ്ലിക്കേഷൻ വിട്ടു. 100 കമ്പനികൾക്ക്. ആർക്കും എന്നെ വേണ്ട. ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇന്ന കമ്പനി ഞാൻ വർക്ക് ചെയ്തതായിട്ട് ഹൈ പ്രൊഫൈൽ കാണിച്ചിട്ടും ഒരു മനുഷ്യന് എന്നെ വേണ്ട. അപ്പം ഞാൻ ഓർത്തിൻ്റെ ജീവിതം മൊത്തം ഇരുട്ട് കയറി, ഞാൻ തീർന്നെന്ന് വിചാരിച്ചു. ആരെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും അന്തിമ വാക്ക് കർത്താവിൻ്റെതാണ്. കർത്താവ് തീർന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കൈവിടൂ ആരു മറന്നാലും മറക്കാത്ത
ഉയർത്തി പാടുക. ഞാൻ നിന്നെ ഒരുമിച്ച് പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ശ്രേയ സ്റ്റാൻലി. ഞാൻ കൊച്ചി മാനാശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഈ ദിവസം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇന്ന് സെപ്റ്റംബർ 26, എനിക്കിന്ന് 20 വയസ്സാകുകയാണ്. ഞാൻ പണ്ട് മുതലേ ഭയങ്കര നല്ല ഭര്യഭക്തിയായിരുന്നു. ഞാൻ എപ്പോഴും കൊന്തെത്തിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുപ്പം മുതലേ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ജർമ്മൻ ഭാഷ +2 കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയി. അവിടെ നിന്ന് B2 പഠിച്ചിറങ്ങിയ സമയത്താണ് ഞാൻ ഉടമ്പടിയെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. അപ്പോഴാണ് കൃപാസനത്തിനെ പറ്റി ഞാൻ അന്വേഷിക്കുകയും യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാനങ്ങനെ സെപ്റ്റംബർ 2024 എൻ്റെ 4 മൊഡ്യൂള് എക്സാം ഡേറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം അവിടെ എക്സാം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ എനിക്ക് ആദ്യത്തെ എക്സാം എന്ന് പറയണത് സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോൾ സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് അറിയാൻ പാടാത്ത ടോപ്പിക്കായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യമൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണ് എനിക്കെല്ലാം സാധ്യമായി കിട്ടിയതെന്ന് പറഞ്ഞ് ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറി. 15 മിനിറ്റ് ടൈം കിട്ടിയിട്ടും എനിക്ക് എൻ്റെ പേപ്പറിൽ ഒന്നും എഴുതാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് ധൈര്യമായിട്ട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്കതിന് ആൻസേഴ്സ് പറയാനും പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ലിസണിങ്ങും ഹിയറിങ്ങും എക്സാമിന് കയറിയപ്പോൾ അതും എനിക്ക് അറിയാൻ പാടാത്ത ടോപ്പിക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എക്സാം റൈറ്റിങ്ങിന് കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ 3 എക്സാമും എനിക്കറിയില്ല, 4ാമത്തെ എക്സാമെങ്കിലും എനിക്ക് അറിയുന്ന എന്തെങ്കിലും വന്നേ അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഞാൻ ഉച്ചക്ക് ബ്രേക്കിൻ്റെ ടൈമിൽ തുറന്നു നോക്കിയ ടോപ്പിക്കാണ് എനിക്ക് റൈറ്റിംഗ് എക്സാമിന് വേണ്ടി വന്നത്. പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും പാടായ സ്പീക്കിങ്ങും റൈറ്റിങ്ങും തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചുവെങ്കിലും എനിക്ക് പല തടസ്സങ്ങൾ കാരണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ആ മാസങ്ങളിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ജാനുവരി 5, 2025 ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അന്ന് എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി അതിന് വേണ്ടിയിട്ടാണ് മാതാവ് എത്രയും ദിവസം എനിക്ക് ടൈം തന്നത്. അതിനു മുമ്പ് എന്നേക്കാളും യോഗ്യരായ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ജാനുവരി 5-ാം തീയതി എന്നുള്ള സമയം തന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയി. എല്ലാ ദിവസവും ഞാൻ ആരാധനയിൽ പങ്കെടുക്കുക, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ചിൽ എക്സാം എഴുതാൻ പോയി. അങ്ങനെ ഞങ്ങൾ 4 ഫ്രണ്ട്സായിട്ടാണ് പോയത്. അവരൊക്കെ ഹിന്ദുസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി സംസാരിക്കുകയും കൃപാസനത്തെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഞാൻ വെഞ്ചരിച്ച ഉപ്പും തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ച് നമുക്ക് എക്സാമിന് പോകാം. രാവിലെ എണീച്ചപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ടാണ് ബാംഗ്ലൂർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ എക്സാം സെൻറ്ററിൽ ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കയറി എക്സാം എഴുതി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയ എല്ലാവർക്കും ഞങ്ങൾക്ക് എക്സാമിന് ലേസനും ഹ്യോറനും പാസ്സാവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അത് അപ്പോൾ എനിക്ക് അന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ 4 ഡേയ്സ് എടുത്തിട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷെ ഞാൻ അന്ന് ട്രെയിൻ കയറി നൈറ്റ് വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ റിസൾട്ട് വരികയും ഞാൻ 4 മൊഡ്യൂൾ പാസ്സാവുകയും ചെയ്തു.
അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി കൊടുത്തു. അവിടെ 4 പേരാണ് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണതിനെ കണ്ടിട്ട് അവർ ഹിന്ദുസാണ്, അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണ കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ ഞാൻ ഉടമ്പടിനെ കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ അവരോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് മാതാവിന് ഒരു മുല്ലപ്പൂമാല ഇടുകയും പ്രാർത്ഥിച്ചിട്ട് പോരുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ 2 പേര് പാസ്സായി എക്സാമിന്. അവർ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവരിപ്പോൾ ജർമ്മനിയിലാണ്. അതിലൊരാൾക്ക് ഏജൻസി കുറേ നാളായിട്ട് ഏജൻസി ഇങ്ങനെ പറ്റിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, നീ വന്ന് കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്ക്, നിനക്ക് അമ്മ സാധിച്ചു തരും അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ അവളും അവളുടെ ഫ്രണ്ടും കൂടി വന്നിട്ട് കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ആഴ്ച അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി. നാളെ അവൾ ജർമ്മനി പോവുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ കുറേ ഏജൻസി നോക്കി, എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഓക്കെ ആയില്ല. എല്ലാവരും പൈസ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻക്വയറി ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ കയറുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തിരി കത്തിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 10 പേര് സെലക്ട് ആകുകയും പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിലേക്ക് ഞങ്ങളെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ 10-ൽ നിന്ന് 5 പേര് സെലക്ട് ആകുകയും അങ്ങനെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ 2 പേര് സെലക്ട് ആകുകയും ചെയ്തു. അങ്ങനെ ഞാനാണ് ബിബിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ അന്നാണ് ഞാൻ അറിയുന്നത് ഞാനും ബിബി ഉടമ്പടിയിലായിരുന്നു. അത്രയും പേരിൽ നിന്ന് മാതാവ് ആ ഉടമ്പടിയിലായിരുന്നു. ഞങ്ങൾ 2 പേരെയും ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനൊത്തിരി നന്ദി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിസ അപ്പോയിൻമെൻറ്റ് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. അപ്പോൾ കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിസ വൈകി വന്ന ടൈമോ അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ഞാനപ്പോൾ അമ്മനോട് നേർന്നു, ഞാനിവിടെ ഉടമ്പടി ധ്യാനം വന്ന് കൂടി പിന്നെ ഞാനിവിടെ വരുന്നത് സാക്ഷ്യം പറയാനായിരിക്കും അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഈ അപ്പോയിൻമെൻറ്റിന് മുമ്പൊന്നും എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ വന്നപ്പോൾ ടൈമിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ചയും വന്നപ്പോഴും എനിക്കിവിടെ ധ്യാനം കൂടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടി. തിങ്കളാഴ്ച എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വരികയും ബുധനാഴ്ച എനിക്ക് വിസ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ബിബിയക്ക് വിസ ലഭിക്കുകയും ഞങ്ങൾക്ക് ഒക്ടോബർ 1 ജർമ്മനിലേക്ക് പോകാനും സാധിച്ചു. മാതാവിൻ്റെ മാസം തന്നെ പോകാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി. മാതാവിൻ്റെ സാന്നിധ്യം എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലല്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അപ്പം മദ്യപിക്കായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ധ്യാനത്തിന് വിട്ടു. അത് കഴിഞ്ഞ് ഇത്രയും മാസമായിട്ട് എൻ്റെ അപ്പം മദ്യപിച്ചിട്ടില്ല. എൻ്റെ കുടുംബം ഭയങ്കര ആത്മീയതയിലേക്ക് വളർന്നു. പള്ളിയിൽ പോവുകയും അതുപോലെ ബൈബിൾ വായിക്കുകയും ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുകയൊക്കെ ചെയ്തു. ഞാൻ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കുകയും പള്ളിയിൽ പോവുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേരെന്നെ പരിഹസിക്കും, പക്ഷേ അവരും അവസാനം മാതാവിൻ്റെ അടുത്ത് തന്നെ എത്തുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായയുടെ സ്നാക്സൊക്കെ ആയിട്ട് പോയി അവരോട് സംസാരിക്കുകയും അവരോട് കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാനിവിടെ വന്ന് പത്രം വാങ്ങിച്ച് ആ ക്രൈസ്തവർക്കായാലും എല്ലാവർക്കും ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും.
അതുപോലെ തന്നെ ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരിങ്ങനെ ബസ്സിൽ വെച്ചും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ടൈമിലൊക്കെ കാണും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ പോയി അങ്ങനെ വന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഭവം ഞാൻ അവരോടൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ആശ്വാസവും അതൊക്കെ എനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിന് ഒത്തിരി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിബിയ ബെന്നി. ഞാൻ പാലാ രൂപതയിലെ കുറവിലങ്ങാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 26 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എക്സാമിന് ഡേറ്റ് കിട്ടാതെ വിഷമിച്ചിരുന്ന സിറ്റുവേഷൻസിലൊക്കെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അയക്കുകയും 10 ദിവസത്തിനകം എനിക്ക് ഡേറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ അമ്മ വർഷങ്ങളായി ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അമ്മ തന്ന ഉടമ്പടി കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ 4 മൊഡ്യൂൾ എക്സാമുകൾ എഴുതുകയും എല്ലാ മൊഡ്യൂളും ഞാൻ പാസ്സാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഉടമ്പടി എടുക്കണം എന്ന ആഗ്രഹത്താലാണ് ജനുവരി 26 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം പലതവണ കൃപാസനത്തിൽ വന്നെങ്കിലും ആ ഉടമ്പടി പുതുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഒത്തു വന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ 29 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ജൂൺ 30 എനിക്ക് ജർമ്മനിയിൽ നിന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം ഒരാഴ്ചക്കകം തന്നെ കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും എന്നാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 8 VFSന് ഡേറ്റ് എടുത്തു. പക്ഷേ എന്നാലും വിസ കറക്റ്റ് സമയത്ത് കിട്ടുമോ, ഒക്ടോബർ 1 ചെല്ലാൻ പറ്റുമോ, വിസ റിജക്റ്റ് ആകുമോ, അങ്ങനെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അമ്മയും കൂടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ച തന്നെ വിസ ഡിസ്പാച്ചായി എന്ന മെയിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്നലെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പേടിച്ചിരുന്ന പോലെ റിജക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. അതേപോലെ ഒന്നിച്ച് പോകാൻ പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ദിവസം ഒരേ ഫ്ലൈറ്റിൽ തന്നെ പോകാനുള്ള അനുഗ്രഹവും അമ്മ മാതാവ് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൃപാസനത്തിലെ പത്രം പറ്റുന്ന പോലെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും എണ്ണ ഒഴിക്കുകയും ഡെയിലി ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പാവങ്ങളെ സഹായിക്കാനും പിന്നെ ഓൾഡ് ഏജ് ഹോമിലുള്ള അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള തുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സീന. ഇത് എൻ്റെ മകൾ ജസ്ന. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മെയ് 18 എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിനെ പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അമ്മ മാതാവിന് ഈശോയ്ക്കും തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ മകൾക്ക് ചെറുപ്പം മുതലേ തന്നെ ആസ്മയുടെ രോഗം ഉണ്ടായിരുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ഭയങ്കരമായ ചുമയും തുമ്മലും മൂലം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ചുമയായിരുന്നു. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അസൗകര്യങ്ങളായിരുന്നു. ഇൻഹെയിലർ 13 വയസ്സ് മുതൽ ഇൻഹെയിലർ സ്ഥിരമായി 2 നേരം എടുത്തിരുന്നു. ചുമയുടെ ഗുളികയും കഴിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ കൂടെ അലർജി രോഗം മാറുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടതിൻ്റെ ഫലമായി ഇവിടെ വന്ന് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടുത്തെ ഉപ്പ് ദിവസവും അവൾക്ക് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. തൊണ്ടയിൽ പിന്നെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഇപ്പോൾ 6 മാസമായിട്ട് ഇൻഹെയിലർ ഗുളികയും ഇപ്പോൾ തീരെ ഉപയോഗിക്കുന്നില്ല. ചുമയൊക്കെ മാറി എല്ലാം ഡോക്ടറെ കാണാനും ഇപ്പോൾ പോകാറില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങളെ അവൾക്ക് ഞാൻ പറയും. എനിക്ക് ചുമയും ശ്വാസം മുട്ടലും ചെറുപ്പം മുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഗുളിക നമ്മൾ ഒരു ദിവസം നിർത്തുവാണെങ്കിൽ തന്നെ
പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, അതുപോലെ ഇരിക്കും രോഗം. അപ്പോൾ അത് കാരണം ഞാൻ എന്നും ഗുളിക എടുത്തിരുന്നു, എന്നും ഇങ്ങനെ മിഠായി കഴിക്കണ പോലെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഹേലർ ഒരു ദിവസം ശ്വാസം മുട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഇൻഹേലർ വലിച്ചിട്ടാണ് എനിക്ക് ക്യൂർ കിട്ടാറ്. അങ്ങനെ ഇപ്പോൾ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തുമ്മൽ കാരണം എനിക്ക് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഇവരൊക്കെ സാക്ഷ്യം പറയുന്നത് ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്കിങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതിന് ഫലമായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഡെയിലി ബ്രെഡ് കാണായിരുന്നു, എന്നും 6:30. മാത്രമല്ല ധ്യാനം കൂടിയിരുന്നു. പിന്നെ ഉടമ്പടി തൈലം ലങ്സുമ തേച്ചിരുന്നു. പിന്നെ ഉടമ്പടിയിൽ ഉപ്പിൽ മുക്കിയിട്ടാണ് ഞാൻ മരുന്ന് കഴിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞാൻ ഇൻഹേലറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗുളിക നിർത്തിയിട്ട് കുറേ നാളായി. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് എനിക്ക് ക്യൂർ കിട്ടി. ഇപ്പോൾ ഒരു അസുഖവും ഇപ്പോൾ ഇല്ല. അമ്മയ്ക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുകൾ ഉണ്ടാക്കിയിട്ട് വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, അവിടെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ ചെറുതായിട്ടൊക്കെ നമുക്ക് പറ്റണ പോലെയുള്ള സഹായങ്ങൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. ആത്മീയമായിട്ടാണെങ്കിൽ പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ദിവസവും പള്ളിയിൽ പോകാനും ബൈബിൾ വായിക്കാനൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഫുൾ A+ കിട്ടിയാൽ 10ൽ ഫുൾ A+ കിട്ടിയ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ നന്ദി പറയുന്നു.